ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ആപ്പ്. അങ്ങനെയും ഒരു ആപ്പ് ഉണ്ടോ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അല്ലേ? എന്നാൽ ഉണ്ട് എന്നതാണ് ഉത്തരം. ചൈനയിൽ വലിയ രീതിയിൽ പ്രചാരം നേടുകയാണ് ആർ യു ഡെഡ് എന്ന മൊബൈൽ ആപ്പ്. വളരെ ലളിതമായി പ്രവർത്തിപ്പിക്കാവുന്ന ഈ ആപ്പിൽ ഉപയോക്താവ് 2 ദിവസം കൂടുമ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിൽ ചെക്ക് ഇൻ ചെയ്യണം. 2 ദിവസം കഴിഞ്ഞും ചെക്ക് ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് എമർജൻസി കോൺടാക്റ്റുമായി ബന്ധപ്പെടുകയും ഉപയോക്താവ് അപകടത്തിൽപ്പെട്ടിരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത്. ആദ്യമൊന്നും വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചിരുന്നില്ല എങ്കിലും ചൈനയിലെ നഗരങ്ങളിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ചെറുപ്പക്കാർ ഇത് കൂട്ടത്തോടെ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയതോടെ ആപ്പ് ശ്രദ്ധ നേടി തുടങ്ങി. മാത്രമല്ല, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന പെയ്ഡ് ആപ്പായി പിന്നീട് ഇത് മാറുകയും ചെയ്തു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഓഫീസ് ജോലിക്കാരനാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയാലും ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരാളായാലും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സുഹൃത്ത് എന്നാണ് ആപ്പ് സ്വയം വിശേഷിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഈ ഒരു ആപ്പ് എന്തായാലും അത്യാവശ്യം തന്നെയാണെന്നാണ് ചൈനയിലെ യുവാക്കൾ പറയുന്നത്. കാരണം ഇത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരും അറിയാതെ പോകുമോ, സഹായത്തിന് പോലും ആരും ഇല്ലാതെ വരുമോ എന്ന പേടിയൊക്കെയുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന പലരും മരിച്ച ശേഷം തന്റെ മൃതദേഹം ആര് ഏറ്റെടുക്കും, ആര് അന്ത്യകർമ്മങ്ങൾ ചെയ്യുമെന്നൊക്കെ ആശങ്കപ്പെടുന്നുണ്ടെന്നാണ് യുവാക്കൾ പറയുന്നത്. അതേസമയം ആപ്പിന്റെ പേരിനെ വിമർശിക്കുന്നവരും നിരവധിയാണ്. ആർ യു ഓക്കെ അല്ലെങ്കിൽ ഹൗ ആർ യു എന്നിങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പേരുകൾ നൽകണമെന്നതാണ് പലരുടെയും ആവശ്യം. ആപ്പിന് പിന്നിലുള്ള കമ്പനിയായ മൂൺസ്കേപ്പ് ടെക്നോളജീസ് നിലവിലെ പേരിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ പരിഗണിക്കുകയും പേര് മാറ്റാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര തലത്തിൽ ഡെമുമു എന്ന പേരിലും ഈ ഒരു ആപ്പ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്ക, സിംഗപ്പൂർ, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ ടോപ്പ് 2-ലും ഓസ്ട്രേലിയ, സ്പെയിൻ എന്നിവിടങ്ങളിൽ പെയ്ഡ് യൂട്ടിലിറ്റി ആപ്പുകളിൽ ടോപ്പ് 4-ലുമായി ഈ ഒരു ആപ്പ് റാങ്ക് ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ള ചൈനീസ് ഉപയോക്താക്കളായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യം സൗജന്യ ആപ്പായാണ് പുറത്തിറക്കിയതെങ്കിലും പിന്നീട് ഇത് പെയ്ഡ് വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. ആപ്പ് നിർമ്മിക്കാൻ വെറും 1000 യുവാൻ, അതായത് ഏകദേശം 13,000 രൂപ മാത്രമാണ് ചെലവായതെന്ന് റിപ്പോർട്ടുണ്ട്. ആർ യു ഡെഡിന്റെ സ്ഥാപകരെ കുറിച്ച് അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ 1995 ശേഷം ജനിച്ച ഷെങ്ഷോയിൽ നിന്ന് ഒരു ചെറിയ ടീമിനൊപ്പം ജോലി ചെയ്യുന്ന 3 യുവാക്കളാണ് ഇതിന് പിന്നിലെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനീസ് നഗരങ്ങളിൽ കൂടുതൽ യുവാക്കൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തിരഞ്ഞെടുക്കുന്നതോടെ ആപ്പിന്റെ ജനപ്രീതി ഉയരുകയായിരുന്നു. 2030ഓടെ ചൈനയിൽ 200 മില്യൺ, അതായത് 20 കോടി വരെ ഒറ്റപ്പെട്ട മനുഷ്യർ ഉണ്ടാകാം എന്നാണ് ഗവേഷണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ ഉദ്ധരിച്ച് ചൈനയിലെ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ ആരും ശ്രദ്ധിക്കാതെ മരിക്കുമോ എന്ന ഭയം പൊതുവായ ആശങ്കയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്.